ഓക്കെ, നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ നോക്കിയത് എന്താണ് ജോയിൻറ്റ് വെഞ്ചർ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്താണെന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് എ ജോയിൻറ്റ് വെഞ്ചർ. എന്തൊക്കെയാണ് ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ്. അതായത് നമ്മൾ നേരത്തെ ആ ഒരു എക്സ്പ്ലനേഷനിൽ പറഞ്ഞില്ലേ, ആ ഒരു എക്സ്പ്ലനേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫീച്ചേഴ്സായിട്ടും എഴുതാം. ഇവിടെ ഞാൻ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കറക്റ്റ് ഇതാണ് ഞാൻ നിങ്ങൾ നോക്കുന്നത്. അതായത് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് എ ജോയിൻറ്റ് വെഞ്ചറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പേർപ്പസ് ആണ്. എന്താണ് പേർപ്പസ്? എ ജോയിൻറ്റ് വെഞ്ചർ ഈസ് ഫോംഡ് മെയിൻലി ടു അണ്ടർടേക്ക് റിസ്ക് ബിയറിംഗ് ബിസിനസ് ആൻഡ് ടു ഏൺ പ്രോഫിറ്റ്. എന്തിനാണ് നമ്മളൊരു ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് തുടങ്ങുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത്. ആ പ്രോഫിറ്റ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു റിസ്ക് ഉണ്ടാവും. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഫോംഡ് മെയിൻലി ടു അണ്ടർടേക്ക് റിസ്ക് ബിയറിംഗ് ബിസിനസ് ആൻഡ് ടു ഏൺ പ്രോഫിറ്റ്. ഇതൊരു റിസ്ക് ബിയറിംഗ് ബിസിനസ് ആണ് ആൻഡ് ഏൺ പ്രോഫിറ്റ് ആണ്. അതാണ് ഇതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. സിമ്പിൾ പോയിൻ്റ് ആണ് അല്ലേ. എ ജോയിൻറ്റ് വെഞ്ചർ ഈസ് ഫോംഡ് ടു അണ്ടർടേക്ക് റിസ്ക് ബിയറിംഗ് ആൻഡ് ടു ഏൺ പ്രോഫിറ്റ്. ദെൻ നെക്സ്റ്റ് ആണ് ഫേം നെയിം. ഒരു ഫേമിൻ്റെ പേര്, ഒരു ഫേം നെയിമാണ് പറയുന്നത്. എ ജോയിൻറ്റ് വെഞ്ചർ ഈസ് എ പാർട്ട്ണർഷിപ്പ് വിത്തൗട്ട് ദ യൂസ് ഓഫ് എ ഫേം നെയിം. അതായത് ഇവിടെ നമുക്കൊരു ഫേമിൻ്റെ പേരോ മറ്റൊരു കാര്യങ്ങളോ ഒന്നും വേണ്ട. എന്തുകൊണ്ടെന്നാൽ ഇത് താൽക്കാലികമല്ലേടാ. സോ അതുകൊണ്ട് ഇതിനൊരു പേരിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് അറിയപ്പെടുന്നത് അതിലുള്ള അംഗങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, അംഗങ്ങളെ വെച്ചുകൊണ്ടാണ് ആ ഒരു ഇത് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് നോൺ ത്രൂ ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിലൂടെയാണ് ഈ ഒരു ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫേം നെയിം എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒരു ഫേമിൻ്റെ പേര് ഉപയോഗിക്കേണ്ട, അത് മെമ്പേഴ്സ് കൊണ്ടാണ് അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ഇൻ ഓർഡർ ടു ഡെസിഗ്നേറ്റ് എ ബിസിനസ് ഓഫ് 2 or more person ആസ് ജോയിൻറ്റ് വെഞ്ചർ, എന്താണ് ഒരു ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ് ബിറ്റ്വീൻ ദ വെഞ്ചേഴ്സ് ഉണ്ട് അല്ലേ. വെഞ്ചേഴ്സ് തമ്മിൽ എന്ത് ചെയ്യും, ആ ഒരു ലാഭനഷ്ടങ്ങൾ പങ്കിട്ടെടുക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അവിടെ ഇത്രയും വലിയ പോയിന്റ് എഴുതേണ്ടെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ് ബിറ്റ്വീൻ ദ വെഞ്ചേഴ്സ് എന്ന് മാത്രം എഴുതിയാലും മതി. അപ്പോൾ പേർപ്പസ് മനസ്സിലായി. ഇതൊരു റിസ്ക് ബിയറിംഗ് ബിസിനസ് ആണ് ആൻഡ് ടു ഏൺ പ്രോഫിറ്റ് ആണ്. ഇവിടെ എന്ത് വേണ്ട, എ ജോയിൻറ്റ് വെഞ്ചർ ഈസ് പാർട്ട്ണർഷിപ്പ് വിത്തൗട്ട് ദ യൂസ് ഓഫ് എ ഫേം നെയിം ആണ്. ഇറ്റ് ഈസ് നോൺ ത്രൂ ഇറ്റ്സ് മെമ്പേഴ്സ്. ദെൻ പറഞ്ഞു ദർ ഷുഡ് ബി ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ് ബിറ്റ്വീൻ ദ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ് പേജിൻ്റെ അകത്ത് ടെമ്പററി പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറഞ്ഞു അല്ലേ. ടെമ്പററി പാർട്ട്ണർഷിപ്പാണ്. A joint venture is a temporary partnership which comes to an end on the completion of the particular venture. അത് ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്, താൽക്കാലിക പാർട്ട്ണർഷിപ്പാണ്. ഇപ്പോൾ ഞാൻ എന്ത് കാര്യത്തിനാണോ തുടങ്ങുന്നത് അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ എൻ്റെ ബിസിനസ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവും. ചിലപ്പോൾ അത് എന്ത് കാര്യം വേണമെങ്കിലും ആവാം. എന്ത് ടാസ്ക് ആണോ, എന്ത് വെഞ്ചറാണോ ഞാൻ തുടങ്ങുന്ന, ആ വെഞ്ചർ എവിടെ തീരുന്നു, എവിടെ കംപ്ലീറ്റ് ആവുന്നു, അവിടെ വെച്ച് എൻ്റെ പാർട്ട്ണർഷിപ്പും കംപ്ലീറ്റ് ആവുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പാണ് ആസ് ഇറ്റ് ഫോംഡ് ഫോർ പെർട്ടിക്കുലർ പേർപ്പസ്. അത്രയും പോയിന്റ് മതി. എപ്പോഴാണോ ആ പേർപ്പസ് തീരുന്നത് അപ്പോൾ എന്ത് ചെയ്യും, അത് അവസാനിക്കും. ഓക്കെ, വെൻ ദ സ്പെസിഫിക് പേർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ് ഇറ്റ് കംസ് ടു ആൻ എൻഡ്. എപ്പോഴാണോ എൻ്റെ ആ ഒരു പേർപ്പസ് കംപ്ലീറ്റ് ആവുന്നത് അവിടെ വെച്ചുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ്സും പൂർത്തീകരിക്കും. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ വെഞ്ചേഴ്സ് ടു ഡു ദ ബിസിനസ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ദാൻ. അതായത് ഇവിടെ നമ്മൾ എപ്പോഴും എക്സാമിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റണം അല്ലേ ഓരോ പോയിന്റ്. കാരണം കുറേ കാണാതെ പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് പോയിന്റ് എഴുതിയിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റണം, ഓർമ്മയിലെടുത്ത് എഴുതാൻ പറ്റണമെങ്കിൽ കുറേ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. സോ ഫസ്റ്റ് നമ്മളതിങ്ങനെ എത്ര മതി, ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ വെഞ്ചറേഴ്സ്. എന്താണ്, വെഞ്ചേഴ്സിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇപ്പോൾ പോയിന്റ് ആയെന്ന് വെച്ചാൽ പോയിന്റ് ആയിട്ടുണ്ട്. The number of ventures എന്ന് പറഞ്ഞാൽ there are no restriction as to the maximum number of members in a joint venture. ഒരു ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്സിൻ്റെ അകത്ത് എത്രയാണ്, പരമാവധി ഇത്ര ആളുകൾ വേണം എന്നില്ല, മാക്സിമം നമ്പർ ഇല്ല. there is no restriction in maximum number.
ഓക്കെ. പക്ഷേ മിനിമം എത്ര ആൾ വേണം? 2 ആളെങ്കിലും വേണം. അപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ആ പോയിന്റിനെ ചെറുതാക്കി എഴുതാം. ഇതാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് അപ്പോൾ പെട്ടെന്ന് അറ്റ് എ ഗ്ലാൻസ് നമുക്ക് ഓർക്കുകയാണെങ്കിൽ എന്തിനാണ്, പർപ്പസ് എന്താണെന്ന് നോക്കി. റിസ്ക് ബിയറിംഗ് ബിസിനസ് ആണ് ആൻഡ് ടു ഏൺ പ്രോഫിറ്റ് ആണ്. ക്ലിയർ ആയി. ദെൻ ഫേം നെയിം, ഇവിടെ എന്ത് ചെയ്യുന്നില്ല, വിത്തൗട്ട് യൂസ് എ ഫേം നെയിം, ഇറ്റ് ഈസ് നോൺ ത്രൂ ഇറ്റ്സ് മെമ്പേഴ്സിലൂടെയാണ് അറിയപ്പെടുന്നത്. then there should be sharing of profit and losses അല്ലേ, അത് പറഞ്ഞു. then it is a temporary partnership എന്ന് പറഞ്ഞു, which comes to an end on the completion of the venture എന്ന് പറഞ്ഞു. അതിനെ തന്നെയാണ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എപ്പോഴാണോ ആ പർപ്പസ് കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ ബിസിനസ്സും അവിടെ കൊണ്ട് എൻഡ് ആവും. ഓക്കെ. ദെൻ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ വെഞ്ചേഴ്സ്. ദെൻ അത് കഴിഞ്ഞ് നമ്പർ ഓഫ് വെഞ്ചേഴ്സിൽ എന്താ പറഞ്ഞാൽ ദർ ഈസ് നോ മാക്സിമം നമ്പർ ഓഫ് വെഞ്ചേഴ്സ്. ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. ചിലപ്പോൾ 2 മാർക്സിനൊക്കെ ഇങ്ങനെ ഫീച്ചേഴ്സൊക്കെ എഴുതാനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്.